ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്ന ഡ്രസ്സൊന്നുമല്ല കേട്ടോ, മൊത്തം ഇയറിങ്സ്, അതും പല വെറൈറ്റികളുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഇയറിങ്സ് ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് ട്രഡീഷണൽ ഉണ്ട്, കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള ഇയറിങ്സ് ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, പിന്നെ അതുപോലെ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പലതരം ഇയറിങ്സ്. ഒരു 10-11 ഇയറിങ്സ് ഉണ്ടാവും കേട്ടോ നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ചിട്ട്, ഇതൊക്കെ മേടിച്ചത് ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങണേക്കാളും മുന്നേ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ നാടൻ തനിമയായിട്ടുള്ള ഒരു ട്രഡീഷണൽ ഇയറിംഗ് വെച്ചിട്ട് തുടങ്ങാം. കാർഡ് ബ്രാൻഡിൽ നിന്നാണ് ഈ ഒരു ആൻറ്റിക് പീസ് കണ്ടോ. ഒരു ആൻറ്റിക് ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഇയറിംഗ് വരുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, കുന്തൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്, പിന്നെ പേൾസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വൈറ്റ് പേളിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇവർക്ക് ഈ ഒരു ഇതിൽ തന്നെ വേറെ കുറേ നല്ല നല്ല ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് കുറച്ച് ട്രഡീഷണൽ, നമുക്ക് സാരീസിലായാലും സൂട്ടിനായാലും എല്ലാത്തിലും മാച്ചായി പോകുന്ന വിധത്തിലുള്ള ഇയറിങ്സ് ആണ്. പിന്നെ കാണുമ്പോൾ കുറച്ച് ഹെവി പീസായിട്ട് തോന്നും, പക്ഷെ ഹെവി അല്ല കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു ഇയറിങ് വരുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അത്ര വലിയ ഹെവി എന്നൊന്നും പറയാനില്ല. എല്ലാത്തിനും മാച്ചായി പോകുന്ന ഒരു ഇയറിങ്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റോൺ എന്ന് പറയുന്നത് പിങ്ക് ഉണ്ട്, അതുപോലെ പല കളേഴ്സിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ സെർച്ച് ചെയ്യണം. ചിലർ പറയുന്നുണ്ട് ആമസോണിൽ ഒന്നും ശരിക്കും കിട്ടുന്നില്ല, സെലക്ട് ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല. നമ്മൾ ആമസോണിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ, അപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യണം. നമുക്ക് എന്താ ആവശ്യം എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്താലല്ലേ കിട്ടുള്ളൂ. അപ്പം ഇയറിങ്സിനെ കുറിച്ച് പറയുന്നത്, വെറുതെ ഇയറിങ്സിനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ഇയറിങ്സ് വരും. പക്ഷേ ഇയറിങ്സിലാണ് നമ്മൾ പ്രീമിയം ക്വാളിറ്റി ഇയറിങ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബ്രാൻഡിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. ഇപ്പം ഇത് കാർഡ് എന്നുള്ള പേരിലാണ് ബ്രാൻഡ് വരുന്നത്. അപ്പോൾ അങ്ങനെ കാർഡ് ഇയറിങ്സ് എന്നോ അല്ലെങ്കിൽ കാർഡ് ജ്വല്ലറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെർച്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൽ തന്നെ നല്ല നല്ല പാറ്റേൺസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ മേടിച്ചപ്പോൾ ഒരു 300 സംതിങ് 350 ഉള്ളിലോട്ടോ വന്നിട്ട്. പക്ഷെ സെയിൽ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇയറിങ്സിനൊക്കെ റേറ്റ് പിന്നെയും കുറയും. അപ്പോൾ ഇപ്പം തന്നെ അത് ആഡ് ടു കാർഡാക്കി വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ, ട്രഡീഷണൽ ഇയറിങ്. ഇനി അടുത്തത്, ഇപ്പം നേരത്തെ കണ്ട കുറച്ച് വലുതായി പോയി, ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഇയറിങ്. അപ്പോൾ ഇനി കുറച്ച് സ്റ്റഡ് പോലത്തെയൊക്കെ ആയിക്കോട്ടെ അല്ലേ. അപ്പോൾ സ്റ്റഡ് പോലെ എന്ന് പറയുമ്പോൾ യുബല്ല ബ്രാൻഡ്. ഇനി ഇയറിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാവരി പേൾ, യുബല്ല ബ്രാൻഡ്, അതുപോലെ കാർഡ് കുറേ ബ്രാൻഡ്സ് ഉണ്ട് കേട്ടോ. നല്ല അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ക്വാളിറ്റിയുള്ള നല്ല ഇയറിങ്സ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇനി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇയറിങ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാവരി പേൾസ് സെർച്ച് ചെയ്തോട്ടോ. ഇനി സ്റ്റഡ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ, ഒരു ബ്ലാക്ക് സിൽവർ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്, ഒരു ക്രിസ്റ്റൽ സ്റ്റഡ് എന്നൊക്കെ ഇവിടെ പറയാം. നമുക്ക് ഗിഫ്റ്റ് പർപ്പസിന് കൊടുക്കാം, അതുപോലെ നമ്മുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് കണ്ടോ, എന്ത് രസമാണ്. അത് ഇവിടെ വന്നിരിക്കുന്നത് ഒരു ലെവൻഡറും വൈറ്റും പിന്നെ റെയിൻബോയുടെ സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അടിയിലൊരു പേളാണ് കേട്ടോ. ആ പേൾ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് ബ്ലാക്കിഷ് സിൽവറൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ്. ഇതൊരു 3 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ടാവും കേട്ടോ. വലിയ എന്താ പറയുക, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ അതിൻ്റെ ക്വാളിറ്റിന് യുബല്ല ബ്രാൻഡും നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇത് ബാക്ക് ഡ്രോപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളാണ് ഇതാ. അപ്പോൾ ഇതാണ് ഒരു സ്റ്റഡ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 298 എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലാണ്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ യുബല്ല തന്നെ റേറ്റ് കുറവിൻ്റെ ഐറ്റംസും ഉണ്ട്. അപ്പം ഇത് കുറച്ച് സ്റ്റാൻഡേർഡ്, കുറച്ച് എന്താ പറയുക, ഒരു ലക്ഷറീസ് റിച്ച് ഫീലൊക്കെ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കോമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. അപ്പോൾ അടുത്തത് നോക്കാം. അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്തത് വരുന്നത് നമുക്ക് ട്രഡീഷണൽ തന്നെയാണ് കേട്ടോ. ട്രഡീഷണലിൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് സാവരി പേൾ ബ്രാൻഡിൻ്റെ.
ഇതിൽ ഫുൾ ഡയമണ്ടിൻ്റെ അമേരിക്കൻ ഡയമണ്ടിൻ്റെ അല്ല ഓസ്ട്രേലിയ ഡയമണ്ടിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ചെറിയ പിങ്ക് സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, പേളുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്, കാണാൻ ഭയങ്കര ട്രഡീഷണൽ, ഭയങ്കര ഒരു ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ഇടുമ്പോൾ തന്നെ മുടിയൊക്കെ അയച്ചിട്ട് ഇങ്ങനെ ഭംഗിയിലൊക്കെ നടക്കുകയാണെങ്കിൽ. അപ്പോൾ ജാവേരി പേൾ നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 310 റുപ്പീസ് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 7 സെൻറ്റിമീറ്റർ. ഇതിൽ ഈ കളർ ചേഞ്ച് ചോദിച്ചാൽ കളർ ചേഞ്ച് ഒന്നും കണ്ടില്ല കേട്ടോ. ഈ ഒരു കളർ മാത്രമേ കണ്ടുള്ളൂ. നല്ലൊരു പിങ്ക് സ്റ്റോണിൽ വരുന്നത്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ജാവേരി പേൾസിൻ്റെ. ഇനി അടുത്തത് കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള ഇയറിംഗ്. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറേ നാളായി ഞാനിത് വിസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചേക്കായിരുന്നു. എപ്പോഴാണ് ഇത് റേറ്റ് കുറയുന്നത്, ഒരു 400 ഒക്കെ ആ റേഞ്ചൊക്കെ കാണിച്ചിരുന്നു. പിന്നെ ഇപ്പം അടുത്ത് സെയിൽ വന്നപ്പോഴാണ് ഞാനിത് മേടിച്ചത്. ഇനിയും സെയിൽ വരും, അപ്പോൾ സെയിൽ വരുമ്പോൾ നിങ്ങൾക്കും മേടിക്കാം. ഇതൊരു കണ്ടംപററി സ്റ്റൈലിൽ കണ്ടു. മുകളിൽ ഒരു ജസ്റ്റ് ഒരു ഇങ്ങനെ കൊടുത്തിട്ട് അടിയിലൊരു ബോൾഡ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, ഹാങ്ങിങ് ബോൾഡ് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു 4 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുമ്പോൾ. 4 സെൻറ്റിമീറ്റർ ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പിന്നെ ഇത് ഹാങ്ങിങ് ബോളായാലും ഇതിൻ്റെ ഉള്ളിലൊരു കണ്ടോ ചെറിയൊരു പേള് കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് പേളുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാം. ഭയങ്കര സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഒരു കണ്ടംപററി സ്റ്റൈലായിട്ട് തോന്നണില്ലേ. ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മേടിച്ചപ്പോൾ ഒരു 100 and 1000 എന്നാ പറയുമ്പോൾ 190 ആ ഒരു റേഞ്ചിലാണ് വന്നത്. ശരിക്കും ഇതിൽ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുമ്പോൾ 400 ആ ഒരു റേഞ്ചിലൊക്കെയാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെയിലുള്ള സമയത്ത് അപ്പോൾ റേറ്റ് കുറയും. ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിലൊക്കെ കഴിഞ്ഞു, ആ സമയത്തൊക്കെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് 190 റുപ്പീസിന് എനിക്കിത് കിട്ടി. ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് കിളിക്കൂട് പോലെ ആ ഒരു ഫീലിംഗ്. ഇതിങ്ങനെ ബാക്ക് സൈഡും കൂടി കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആടും കേട്ടോ. 190 ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ലെങ്ത്തിൽ വരുന്നത്, ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ. അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് അതിനേക്കാളും രസം കേട്ടോ. നല്ല ഒരു 3 കളറും കൂടിയിട്ടായിട്ടുള്ള ഒരു ഇയറിംഗ് വരുന്നത്. അതിൽ പിങ്കിൽ തന്നെ 3 കളേഴ്സ് വരുന്നത്. ഇതും ജാവേരി പേൾ ബ്രാൻഡിൽ നിന്നാണ്. പിങ്ക് ബീഡ്സ് വെച്ചിട്ടുണ്ട് ഇതിൽ. പിങ്ക് കളറിൻ്റെ ബീഡ്സ് ഉണ്ട്, പീച്ച് ഉണ്ട്, പലതരം കളേഴ്സ് ഉണ്ട്. പിന്നെ കുന്തൻ്റെ സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. കുന്തൻ്റെ സ്റ്റോൺ ഇവിടെ വൈറ്റ് കളറിൽ കാണുമ്പോൾ ഭയങ്കര നമുക്ക് ഹെവി പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഹെവി അല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വന്നാൽ കാണാൻ ഭയങ്കര എലഗൻറ്റ് ലുക്ക്. ഏതൊരു എന്ന് വെച്ചാൽ പിങ്ക്, ഗ്രീൻ, മറൂൺ ഈ കളറിലൊക്കെ നമ്മൾ ഡ്രസ്സായാലും ഇയറിങ്സ്, ജ്വല്ലറീസ് ഒക്കെ ഏതിനും മാച്ച് ആവുന്ന വിധത്തിലുള്ളതാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് കേട്ടോ, കണ്ടോ. പിന്നെ ഇങ്ങനെ കിട്ടുന്ന ആടും. ബാക്ക് സൈഡൊക്കെ നല്ല ഇത് ഇതെൻ്റെ ബാക്കൊക്കെ വന്നപ്പോൾ നല്ല ആ ഒരു ബാക്ക് ഡ്രോപ്പൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ തന്നിരിക്കുന്നതൊക്കെ. അവർ ജാവേരി പേൾ ബ്രാൻഡിൽ നിന്നാണ്. ജാവേരി പേൾ ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഒരു 200 സംതിങ്ങിലാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഇതിൽ കളർ ചേഞ്ച് ചോദിച്ചാൽ കളർ ചേഞ്ച് ആയിട്ടില്ല, പക്ഷെ ഇതിൻ്റെ ഡിസൈൻസ് പാറ്റേൺസ് ഇങ്ങനെ മാറിയിട്ടുള്ളത് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് അല്ലേ ഇതിൽ വന്നിരിക്കുന്നത്. ചിലതിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ക്രോസ് ആയിട്ടുള്ള ആ ഒരു മോഡലിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഹാങ്കിങ് അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. റേറ്റൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ, ഡിഫറൻസ് ഒന്നുമില്ല. ഇതും ഒരു 3 ഷെയ്ഡിൽ പീച്ച്, പിങ്ക്, പിന്നെ ഡാർക്ക് പിങ്ക് അങ്ങനെ. അപ്പോൾ ജാവേരി പേളിൻ്റെ അടുത്തത്. പിന്നെ അടുത്തത് കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ ആയിക്കോട്ടെ. ഷൈൻ ദിവ എന്നുള്ള ബ്രാൻഡിൽ നിന്നാണ്. ഷൈൻ ദിവയും ജ്വല്ലറിയിൽ ആമസോണിലും നന്നായി പോകുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ ഷൈൻ ദിവ ബ്രാൻഡിൻ്റെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ട്രഡീഷണൽ നമുക്ക് എന്താ പറയുക, നേരത്തെ ഫസ്റ്റ് ഒരു ആൻറ്റിക് കണ്ടില്ലേ, അതുപോലത്തെ ഒരു ഫിനിഷിങ് അല്ല. അവർക്ക് എപ്പോഴും ഈ ബ്രൈറ്റ് യെല്ലോ ഷെയ്ഡിലാണ് കൂടുതൽ കാണാം. ഇതുപോലെ നല്ല ബ്രൈറ്റ് യെല്ലോ എന്താ പറയുക, നല്ല തിളങ്ങണ ടൈപ്പുള്ള അങ്ങനത്തെ ടൈപ്പാണ് കൂടുതൽ ഈ ഷൈൻ ദിവ ബ്രാൻഡിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഫാൻസി ജുംക്ക, ട്രഡീഷണൽ ഫാൻസി ജുംക്ക. ഇതിൽ പേളുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, കുന്തൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഗോൾഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരം കളർ ഇത് വെച്ചിട്ടാണ്. ഇതിൽ ഇപ്പോൾ ഈ ഇത് പിങ്ക് ആണെങ്കിൽ ഇതിലിങ്ങനെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ലിങ്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, മറൂൺ ഉണ്ട്. അങ്ങനെ കളേഴ്സുകൾ മാറിപ്പോൾ ബാക്കിയൊക്കെ സെയിം തന്നെ കേട്ടോ. ഫാൻസി
ജുംക്കയിൽ വരുന്ന കളക്ഷനാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 260 റുപ്പീസിനാണ് ഞാൻ മേടിച്ച റേറ്റ്. ഇതിൽ ലെങ്ത്ത് വരാണെങ്കിൽ ഒരു 5.5 സെൻറ്റിമീറ്റർ ആ ഒരു ലെങ്ത്ത് വരെ വരുന്നുണ്ട്. ഇവിടെ വരും വലിയ എന്താ പറയുക, അത്ര വലിയ ഹെവി എന്നൊന്നുമില്ല, കാണുമ്പോൾ ഹെവി ലുക്ക് ആണെങ്കിലും ട്രഡീഷണലിന്. അപ്പോൾ ഇതാണ് ഷൈൻ ദിവ ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ ഇനി എന്തെങ്കിലും കുറച്ച് വ്യത്യാസം നമുക്ക് വേണ്ട, കുറച്ച് പാർട്ടി വെയറിലേക്ക് ആയാലും നമുക്ക് സാരീസിലായാലും എല്ലാത്തിലും മാച്ചായി പോകുന്ന അടുത്ത ഒരു കളക്ഷൻ, ഒരു ഗ്രീൻ കളറ് യുബല്ല ബ്രാൻഡിൽ നിന്ന് തന്നെയാണ്. ക്രിസ്റ്റൽ ഇയറിംഗ് ആണ് ഇത് വരുന്നത്. ഇതിലും ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന ബോട്ടൽ ഗ്രീൻ കൂടാണ്ട് റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഒരു 4-5 ഷെയ്ഡെങ്കിലും ഇതിൽ വരുന്നുണ്ട്. ഞാൻ മേടിച്ച റേറ്റ് ഇതിൽ 290 റുപ്പീസാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ് കേട്ടോ, യുബല്ല ബ്രാൻഡിന്. ഒരുവിധം മിക്കതും എൻ്റെ യുബല്ല ബ്രാൻഡ്, ഷൈൻ ദിവ, പിന്നെ സാവേരി പേൾസ്, കാട്ട്കാട്, അങ്ങനെ ഒരുവിധം നല്ല നല്ല ബ്രാൻഡുകൾ. അല്ലാത്തതും നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും, റേറ്റ് കുറവിന് ചീപ്പിന് നല്ല. പക്ഷെ കുറച്ച് സ്റ്റാൻഡേർഡ് എന്താ പറയുക, പേര് കേട്ട ബ്രാൻഡുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയല്ലേ. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് മെറൂൺ കളറിൻ്റെ സൂട്ടാണ്. അപ്പോൾ അതിൽ വരെ മാച്ചായി പോകും ഈ ഒരു ഗ്രീൻ ഇല്ലേ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണം കേട്ടോ. പക്ഷേ മെറൂൺ ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിലും മിക്സ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിലിപ്പോൾ നടുക്കിൽ ഇങ്ങനെ ഒരു വലിയ കുന്തൻ്റെ സ്റ്റോൺ വന്നിട്ടുണ്ട്, പിന്നെ ചുറ്റും ചെറിയ ചെറിയ സ്റ്റോണിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് ഇത്. കാണുമ്പോൾ ഹെവി, ഇപ്പം ഞാൻ മേടിച്ച എല്ലാതും കാണുമ്പോൾ ഹെവി ആയാലും ഇട്ട് വരുമ്പോൾ നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ എല്ലാത്തിനും. ഇതിൻ്റെ ബാക്ക് കൂടി കാണിക്കാം, അത് ബാക്കിലത്തെ ഒരു ഫിനിഷിങ്. ഓൺലി 290 റുപ്പീസിൽ വരുന്ന കളക്ഷൻ. പിന്നെ ഒരു അടിപൊളി സംഭവം ഉണ്ട് കേട്ടോ, ഒരു അമേരിക്കൻ ഡയമണ്ടിൻ്റെ ഡീറ്റെയിലിംഗിൽ വരുന്ന ഒരു ജനീമി അങ്ങനെ എന്തോ ബ്രാൻഡിൻ്റെ പേര് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, എന്നാൽ കാണാൻ ഭയങ്കര സ്റ്റാൻഡേർഡ് എലഗൻ ലുക്കാണ് ഇത് വരുന്നത്. എന്നാൽ ഇതിൻ്റെ കളറ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൈറ്റ് പീച്ച് കളറും വൈറ്റിലും പെടും, കാണുമ്പോൾ ലൈറ്റ് പിങ്ക് ആ ഒരു ഷെയ്ഡിലൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത്. ജനീമിയ ബ്രാൻഡിൻ്റെ ഒരു കണ്ടംപററി സ്റ്റൈലല്ലേ കാണാനായിട്ട്, ഒരു സാധാരണ വിട്ടിട്ടൊരു ഡിഫറൻസ്. പിന്നെ അമേരിക്കൻ ഡയമണ്ട് എന്ന് പറയുന്നത് ഇത് ഇവിടെയാണ് കേട്ടോ. ഇത് കാണുന്നത് മൊത്തം ഒരു ക്രിസ്റ്റൽ സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇപ്പം ഉള്ളത് മേടിച്ചതിനേക്കാളും ഒരുവിധം ഈ ജനീമ ബ്രാൻഡ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. അവരുടെ ജനീമി ആ ഒരു ബ്രാൻഡിൻ്റെ നല്ല റേറ്റുള്ള ഐറ്റംസ്, പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾ ഫിനിഷിങ് തന്നെ കണ്ടു നോക്കിയാൽ ഇതിന് ഏകദേശം ഒരു 600-650 ആ ഒരു റേഞ്ചിന് ഞാൻ ഈ ഒരു ഇയറിംഗ് മേടിച്ചത്. ഇത് അത്യാവശ്യം 600-650 എന്ന് പറയുമ്പോൾ ഇയറിങ്സിന് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എക്സ്പെൻസീവ് ആയാലും ഭയങ്കര ഒരു എലഗൻ ലുക്കാണ് കേട്ടോ. റേറ്റ് ഉണ്ട് ഇതിൻ്റെ. ഇവർക്ക് തന്നെ ഒരുപാട് എന്ന് വെച്ചാൽ ഈ നെക്ലസിലായാലും ഇയറിങ്സിലായാലും അങ്ടിക്ക അങ്ങനെ പല പല ഇത് വരുന്നുണ്ട്. ഒക്കെ ഇനി ഫിനിഷിങ് അടിപൊളിയാണ് കേട്ടോ. ഇവരുടെ മെയിൻ പ്രൊഡക്ഷൻ നടക്കുന്നത് ഡൽഹി എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്, അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം എവിടെയാണെന്നുള്ളത്. പിന്നെ വരുന്നത് കുറച്ച് പാർട്ടി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇയറിങ്സ്. കാണുമ്പോൾ ഭയങ്കര വലിപ്പം, ഇതാ നല്ല വലിപ്പമുണ്ട് കേട്ടോ. കാണുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. യുബല്ല ബ്രാൻഡിൻ്റെ ക്രിസ്റ്റൽ പാർട്ടി വെയർ കളക്ഷൻ. ഇതിൻ്റെ രണ്ടെണ്ണം. ഇതിൽ പീച്ച് കളർ അങ്ങോട്ട് കേട്ടോ ഈ കാണുന്ന കളറ്. ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രീൻ ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബോട്ടൽ ഗ്രീൻ ഉണ്ട്. അങ്ങനെ ഷെയ്ഡുകൾ ഇഷ്ടം പോലെ നമുക്ക് കിട്ടും. പാറ്റേൺ ഇത് തന്നെ, ഈ സെയിം ഇതിൽ ഡിസൈൻസിൽ തന്നെയാട്ടോ വരുന്നത്. ഇതും കാണുമ്പോൾ ഹെവി ആയിരിക്കും, പക്ഷെ ഹെവി അല്ല. പറഞ്ഞാൽ നിലത്ത് വീണാലും ഒരു തരി കല്ല് പോയിട്ടില്ല കേട്ടോ. അതാ ഇതാണ് ഇതിൻ്റെ ലുക്ക്, എക്സാക്ട് ലുക്ക്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര നീളം കൂടുതൽ, ഒരു ഏകദേശം 13 സെൻറ്റിമീറ്റർ 13.5 സെൻറ്റിമീറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഇത്. പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് ഇട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഫേസിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ്. ഇതിൽ ഫ്രണ്ട് സൈഡ് ഇങ്ങനെയാണ് കാണാനായിട്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു ചെയിൻ പോലത്തെ, അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയിനാണ് ബാക്ക് സൈഡിലത്തെ ലുക്ക്.
13 സെൻറ്റിമീറ്ററാണ്. ഇതിൻ്റെ റേറ്റ് വന്നത് ഒരു 340 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. യൂബല്ല ബ്രാൻഡിൻ്റെ ആണ്. അതും നല്ല ബ്രാൻഡ് തന്നെയാണ്. നല്ല ബ്രാൻഡ് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് ഒരു ബ്രാൻഡ്. പിന്നെ വരുന്നത് കുറച്ച് പാർട്ടി വെയർ, നമുക്ക് വെസ്റ്റേൺ ഗൗണിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടുത്ത ഒരു ഇയറിങ്. എന്താ രസമല്ലേ കാണാൻ. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. എന്താ വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ നമുക്കിത് 50 രൂപയ്ക്കും പുറത്ത് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇല്ല അത് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ടായിരിക്കും. ഇത് കുറച്ച് ഇങ്ങനെ ഫ്ലെക്സിബിളാണിത്. ഫ്ലെക്സി ടൈപ്പാണ്. നല്ല എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഹാർഷ് ആവുന്നില്ല. അതിൻ്റെ ബാക്കിൽ ഇപ്പോൾ ലോ ക്വാളിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ബാക്കിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഹാർഷായിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ ബാക്കിലത്തെ ഫിനിഷിങ് കണ്ടോ. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലത്തെ ഫിനിഷിങ് ഭയങ്കര ഫിനിഷിങ് ആണ് കേട്ടോ. അതും ഇതിൽ ഒരു കളറേ കണ്ടിട്ടുള്ളൂ, വൈറ്റ് ഷെയ്ഡിൻ്റെ സ്റ്റോൺ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ വേറെ റോസ് ഗോൾഡൊക്കെ അന്വേഷിച്ചു, പക്ഷെ ആ ഒരു ഷെയ്ഡ് ഇതിൽ കണ്ടില്ല. റോസ് ഗോൾഡൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി നന്നായാണ്. പക്ഷെ ഇത് നല്ലൊരു അടിപൊളി സംഭവം കേട്ടോ. ഞാൻ ഈവെൻറ്റിനൊക്കെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് മേടിച്ചിട്ടുള്ളതാണ്. നല്ല രസമാണ്. ഇത് ഇങ്ങനെ ഒരു ഇതാ ലെങ്ത്ത് വരുന്നത് ഒരു 11 സെൻറ്റിമീറ്റർ ആ ഒരു ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ ഇതിന് വരുന്നുണ്ട് കേട്ടോ ലെങ്ത്ത് വരുമ്പോൾ. പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇതാ ഫിനിഷിംഗ് ആണ് എനിക്ക് ഇഷ്ടമായത്. ഞാൻ ഇതിന് മുന്നും ഇതുപോലത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ തൊടാനേ പറ്റില്ല. ഭയങ്കര ഹാർഷായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആയിട്ട് നമുക്ക് തോന്നും. ഇനി ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് 350 ആ ഒരു റേഞ്ച്. ഒരുവിധം മിക്കതും ആ ഒരു 350 300 ആ ഒരു റേഞ്ച് ആകും. ഒരെണ്ണം മാത്രം ആ ഒരു 650 വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ 350 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളൂ. ഈ സെയിം ബ്രാൻഡിൽ നിന്ന് ഇതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണെങ്കിൽ ഇതുപോലത്തെ പാറ്റേണും കിട്ടും കേട്ടോ. ഇതാണോ ഭംഗി, ഏതാ ഭംഗി എന്നുള്ളതൊന്ന് കോമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. നല്ല രസമായിട്ടില്ലേ. രണ്ടിനും സെയിം ക്വാളിറ്റി തന്നെയാണ്, സെയിം പ്രൈസ് തന്നെയാണ്. പക്ഷെ രണ്ടിൻ്റെയും പാറ്റേൺ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. ഇതാകുമ്പോൾ കുറച്ച് നിറഞ്ഞു നിൽക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് യു ഷേപ്പിലായിട്ട് അങ്ങനെ ഒരു മോഡൽ. ഇതാ ഇതും ആ ഒരു സെയിം ലെങ്ത്തിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു 11 സെൻറ്റിമീറ്റർ ആ ഒരു ലെങ്ത് തന്നെയാണ് വരുന്നത്. ഇതാകുമ്പോൾ കുറച്ച് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. ക്വാളിറ്റി ഒക്കെ സെയിം. ഇതിൻ്റെ ബാക്കിലത്തെ ഫിനിഷിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇയറിങ്സ്. ഇത് ഇപ്പോൾ എല്ലാവരുടെയും ടേസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ പിക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ട്രഡീഷണലായി നമുക്ക് പാർട്ടി വെയർ കളക്ഷൻസ് ആയി ഗൗണിലിടാൻ പറ്റിയത്, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്, സ്റ്റഡ് ആയിട്ടുള്ളത്, അങ്ങനെ പലതരം വെറൈറ്റി ഇയറിങ്സ് ആണ് പിക്ക് ചെയ്തിട്ട്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ പോലും ചിലർക്ക് അറിയില്ല. നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിൻ്റെ താഴെയോട് ചെറിയൊരു കുഞ്ഞ് ആരോ കാണും. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ആവും. ആ പേജ് ഓപ്പൺ ആകുമ്പോൾ കുറേ ബ്ലൂ കളറിൻ്റെ ലിങ്ക് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ആമസോൺ സൈറ്റിലേക്ക് പോകും. അപ്പം ഞാൻ മേടിച്ച എല്ലാത്തിനെയും ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം സെപ്പറേറ്റ് ബ്ലൂ കളറിൻ്റെ ഒരു 10-11 ലിങ്ക് കാണും. ഇത് കൂടാണ്ട് അതിൻ്റെ താഴെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ച 11 എണ്ണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരുമിച്ചായിട്ടുള്ള ഒരു ലിങ്കാണ്. ഇനി സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് ചൂസ് ചെയ്യാം. ഒരുമിച്ച് വേണമെന്ന് വെച്ചാൽ ആ മൈ ഹോൾ സ്റ്റോറിൻ്റെ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഒരു ഈ 11 എണ്ണത്തിൻ്റെ പിക്ചർ വിത്ത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണെന്നുള്ളത് അതുവരെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ പ്രൈസ് കൂടുതലാണ് അതിൽ കയറി നോക്കുമ്പോൾ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ആഡ് ടു വിസ്റ്റ്. നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആഡ് ടു വിസ്റ്റ് ലിസ്റ്റിൽ ആഡ് ടു കാർഡാക്കി വെച്ചോ. പിന്നെ ഇതുപോലെ സെയിൽസ് കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ അത് പബ്ലിക് ഡേ സെയിൽ കഴിഞ്ഞു, ഇനി അടുത്ത സെയിൽ വരും ഉടനടി. അപ്പോൾ അങ്ങനെ സെയിൽ വരുമ്പോൾ ഒക്കെ അപ്പോൾ ആ സമയത്ത് റേറ്റ് കൂടിയും കുറഞ്ഞു നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇയറിങ്സ് നല്ല ക്വാളിറ്റി ഉള്ള സംഭവം. പിന്നെ സെർച്ച് ചെയ്യാം നമ്മുടെ എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രസ്സ് ആയാലും ശരി, ഇയറിങ്സ് ആയാലും ഫുഡ് വെയർസ് ആയാലും ആ ബ്രാൻഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ലിസ്റ്റുകൾ മൊത്തം ആമസോണിൽ പറയുമ്പോൾ അൺലിമിറ്റഡ് ബ്രാൻഡ്സ് ആണ്. നമുക്ക് സെർച്ച് ചെയ്താലും തീരില്ല. അത്രയും ഇങ്ങനെ നമ്മൾ എന്താ പറയുക ചകഞ്ഞ് ഇങ്ങനെ നോക്കാമെന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ചിലപ്പോൾ ഒക്കെ
നമുക്ക് ഓരോ സംഭവം സെലക്ട് ചെയ്യണമെങ്കിൽ മണിക്കൂറോളം എടുത്തിട്ട് ഓരോന്ന് സെലക്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നത് തന്നെ. അത്രയും ക്വാളിറ്റിയുള്ള സംഭവങ്ങളാവണ്ടേ, വെറുതെ എന്തെങ്കിലും ഒന്ന് കാണിച്ചാൽ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇയറിങ്സ് ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനിയും ഇതുപോലെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. ബൈ.